ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോക്സഭയിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ പരിഗണിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നാളെ മുതൽ. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. പ്രചാരണ രംഗത്ത് സജീവമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ. സിബിഎസ്ഇ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ആകെ വിജയശതമാനം 93.7. മികച്ച പ്രകടനം കാഴ്ചവച്ച് തിരുവനന്തപുരം, വിജയവാഡ മേഖലകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാ മൂല്യനിർണ്ണയം നാളെ മുതൽ. മൂല്യനിർണ്ണയം 3 ഘട്ടങ്ങളിലായി മെയ് 2 വരെ. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. അൾട്രാവയലറ്റ് സൂചിക ഉയരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വർധന. തിരക്കേറിയ സമയങ്ങളിൽ വൈദ്യുതി പാഴാക്കരുതെന്ന നിർദ്ദേശവുമായി വൈദ്യുതി വകുപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. വനിതാ സംവരണ ബിൽ സന്തുലിതമാണെന്നും എല്ലാ സംസ്ഥാനങ്ങളുടെയും സമൂഹങ്ങളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. വനിതാ സംവരണ ബില്ലിന് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് നിയമനിർമ്മാണ ചർച്ചകളെ സമ്പന്നമാക്കുമെന്ന് മുൻ രാഷ്ട്രപതി പറഞ്ഞു. ഈ നിയമനിർമ്മാണം ഭരണനിർവഹണത്തിൽ സ്ത്രീകളെ മുൻനിരയിലെത്തിക്കാൻ വഴിയൊരുക്കുമെന്നും ശ്രീമതി പ്രതിഭ പാട്ടീൽ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഗാർഹിക പാചകവാതക വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. ഗാർഹിക LPG 100% ഉറപ്പാക്കാൻ നടപടികൾ കൈക്കൊണ്ടതായും ന്യൂഡൽഹിയിൽ നടത്തിയ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി. LPG ബുക്കിംഗ് ഇടവേളകൾ നിലവിലെ രീതിയിൽ തുടരുമെന്നും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു. डोमेस्टिक PNG और LPG कंज्यूमर को प्रायोरिटाइज करते हुए 100% सप्लाई इंश्योर की गई है. इसके अलावा CNG ट्रांसपोर्ट भी 100% इंश्योर किया गया है. डोमेस्टिक रिफाइनरीज में LPG प्रोडक्शन को इंक्रीज किया गया है और इसके अलावा बुकिंग इंटरवल को भी अर्बन एरिया में 25 दिन और रूरल एरिया में 45 दिन किया गया है. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി പങ്കെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് നാഗർകോവിലിലേക്ക് പോയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ഇന്ന് സേലത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പശ്ചിമബംഗാളിലെ പ്രചാരണ പരിപാടികളിൽ BJP മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷാ, നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്ന് ഇസ്ലാംപൂർ, സിലിഗുരി, ചൽസ എന്നിവിടങ്ങളിൽ റോഡ് ഷോകളിൽ പങ്കെടുത്തു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും ഒത്തൊരുമയോടെയായിരുന്നു ആഘോഷങ്ങൾ. വിഷുദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ഇന്ന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂർ, ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ വിഷുക്കണി ദർശനമൊരുക്കിയിരുന്നു. തുടർന്ന് ഭക്തർക്ക് വിഷുക്കൈനീട്ടവും നൽകി. സംസ്ഥാനത്ത് SSLC പരീക്ഷാ മൂല്യനിർണ്ണയം നാളെ മുതൽ ആരംഭിക്കും. മൂല്യനിർണ്ണയം നേരത്തെ ഏപ്രിൽ 6 മുതൽ 25 വരെ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തീയതിയിൽ മാറ്റം വന്നത്. 3 ഘട്ടമായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം നാളെ മുതൽ 18 വരെയും, രണ്ടാം ഘട്ടം ഈ മാസം 20 മുതൽ 25 വരെയും, മൂന്നാം ഘട്ടം ഈ മാസം 27 മുതൽ മെയ് 2 വരെയുമാണ് നടക്കുന്നത്. സിബിഎസ്ഇ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 93.7 വിജയശതമാനം. 94.99% വിജയത്തോടെ പെൺകുട്ടികൾ ഇത്തവണയും മികവ് പുലർത്തി. ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം, വിജയവാഡ മേഖലകളിലാണ്. 99.79%. cbse.gov.in, results.cbse.nic.in, cbseresults.nic.in എന്നീ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലും ഫലം ലഭ്യമാണ്.
ശബരിമല ഫെസ്റ്റിവൽ ഓഫീസ് പമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഫെസ്റ്റിവൽ ഓഫീസിൽ ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, അംഗം കെ രാജു എന്നിവർ പങ്കെടുത്തു. വായ്പാ പദ്ധതിയിലൂടെ 3 ലക്ഷം രൂപ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുന്നതായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന പരസ്യം വസ്തുതാവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ അംഗീകരിക്കുന്ന ഇത്തരമൊരു പരസ്യമോ പദ്ധതിയോ ഇല്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ 17കാരൻ മരിച്ചു. അദ്വൈതാണ് മരിച്ചത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കടുത്ത വേനൽ ചൂടിനിടെ റെക്കോർഡുകൾ ഭേദിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 112.52 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്തെ വൈദ്യുതി ആവശ്യം 6012 മെഗാവാട്ട് ആയതും ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ്. തിരക്കേറിയ സമയങ്ങളിൽ അനാവശ്യമായ വൈദ്യുതി ഉപഭോഗം ഒഴിവാക്കി ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. കൊല്ലം പൂരവും കുടമാറ്റവും നാളെ ആശ്രാമം മൈതാനത്ത് നടക്കും. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ചാണ് പൂരം അരങ്ങേറുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാണ്ടിമേളവും പഞ്ചാരിമേളവും ഒപ്പം കുടമാറ്റ കാഴ്ചകളും സമ്മാനിക്കുന്ന അപൂർവ അനുഭവത്തിനായുള്ള കാത്തിരിപ്പിലാണ് കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും പൂരപ്രേമികൾ. നാളെ സന്ധ്യയോടെ താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും ആശ്രാമം മൈതാനത്ത് മുഖാമുഖം അണിനിരന്നാണ് കുടമാറ്റം. ഇരുഭാഗത്തും 11 വീതം ഗജവീരന്മാരുണ്ടാകും. കുടകളിലെ വൈവിധ്യവും 200ഓളം മേളവിദ്വാൻമാർ തീർക്കുന്ന മേളപ്രപഞ്ചവും പൂരപ്രേമികൾക്ക് അതുല്യമായ ആവേശം പകരും. നാളെ വൈകിട്ട് 4 മണിയോടെ തിരുമുൻപിൽ മേളവും കുടമാറ്റവും നടക്കും. പിന്നീടാണ് ആശ്രാമം മൈതാനത്ത് പൂരം. രാവിലെ 10 മണി മുതൽ ചെറുപൂരങ്ങൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. തുടർന്ന് ആനനീരാട്ടും ആനയൂട്ടും നടക്കും. പൂരം പ്രമാണിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ കോർപ്പറേഷൻ പരിധിയിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുതിർന്ന INTUC നേതാവും കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കണ്ണൂർ കൊറ്റാളിയിലെ KV രാഘവൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കും. ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടം. സെൻസെക്സ് 1264 പോയിന്റ് ഉയർന്ന് 78,111ലും നിഫ്റ്റി 389 പോയിന്റ് നേട്ടത്തിൽ 24,231ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കൂടി പവന് 1040 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴിയോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ മലയാള ഫീച്ചർ ചലച്ചിത്രമായ അച്ചപ്പയുടെ ആൽബം ഈ മാസം 24-ന് പ്രദർശനത്തിനെത്തും. ദീപ്തി പിള്ള ശിവൻ സംവിധാനം ചെയ്ത ചിത്രം സഞ്ജീവ് ശിവൻ, അനിർബൻ ഭട്ടാചാര്യ, ഉമേഷ് നായർ എന്നിവർ ചേർന്നാണ് രചിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ പരിഗണിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നാളെ മുതൽ. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പ്രചാരണ രംഗത്ത് സജീവമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ആകെ വിജയശതമാനം 93.7. മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരുവനന്തപുരം, വിജയവാഡ മേഖലകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാ മൂല്യനിർണ്ണയം നാളെ മുതൽ. മൂല്യനിർണ്ണയം 3 ഘട്ടങ്ങളിലായി മെയ് 2 വരെ. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. അൾട്രാവയലറ്റ് സൂചിക ഉയരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വർധന. തിരക്കേറിയ സമയങ്ങളിൽ വൈദ്യുതി പാഴാക്കരുതെന്ന നിർദ്ദേശവുമായി വൈദ്യുതി വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.